ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ടൈപ്പിസ്റ്റ് OAയിലെ ഏറ്റവും പുതിയ ഒരു അപ്ഡേഷനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ അടുത്തിടെ ഗവൺമെൻറ് പുതിയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഇനി ടൈപ്പിസ്റ്റ് OA എക്സാമുകൾ ഉണ്ടാകുമോ, നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഏറ്റവും പുതിയ ഒരു ഉത്തരവ് ഗവൺമെൻറ് സൃഷ്ടിച്ചിരുന്നു. അതുപ്രകാരം ഇനി ആ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ നിയമനങ്ങളോ ഉണ്ടാവില്ല, അതിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികൾ നിയമിക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ആ ഒരു ഉത്തരവിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. പക്ഷേ അതിനെതിരെ നിരവധി സംഘടനകൾ രംഗത്ത് വരികയും പ്രതിഷേധത്തിൻ്റെയും ഫലവുമായിട്ട് ഗവൺമെൻറ് ആ ഒരു ഉത്തരവ് പിൻവലിക്കുകയും പകരം പുതിയൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ആ ഉത്തരവാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഉത്തരവ് പ്രകാരം ടൈപ്പിസ്റ്റ് പോലെ അല്ലെങ്കിൽ ആ ടൈപ്പിസ്റ്റ് OA തുടങ്ങിയ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ തുടങ്ങിയ എക്സാമുകൾ പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റുന്നില്ല. അപ്പോൾ അതിന് പകരം അധികമായി കണ്ടെത്തുന്ന തസ്തികൾക്ക് പകരം ആവശ്യമെങ്കിൽ സർക്കാരിന് യാതൊരു അധിക സാമ്പത്തിക ബാധ്യതയും വരാത്ത രീതിയിൽ സമകാലിക പ്രസക്തിയുള്ള പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യത ഭരണവകുപ്പ് പരിശോധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ് പുതിയ ഒരു ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുപ്രകാരം അത് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുന്നില്ല. അപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും ആശങ്കയായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈപ്പിസ്റ്റ് കോഴ്സ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിലവിൽ ആ കോഴ്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും അവർക്ക് ആശങ്കയായിരുന്നു. കാരണം ഞങ്ങളിനി പഠിക്കുന്ന വെറുതെ ആകുമോ, ഇനി PSCയിൽ ഇതുപോലെ നോട്ടിഫിക്കേഷനുകൾ വരുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ഒരു പരിഹാരം എന്ന നിലയിലാണ് പുതിയൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും ടൈപ്പിസ്റ്റിന്റെ എണ്ണം കുറയുന്നു എങ്കിൽ കൂടിയും അതിലേക്കുള്ള നിയമനങ്ങളും നോട്ടിഫിക്കേഷനുകളും ഇനിയും വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്. നോട്ടിഫിക്കേഷനുകൾ അല്ലെങ്കിൽ ഇനിയും അതിലേക്കുള്ള നിയമനങ്ങൾ നടക്കുകയും പുതിയ പുതിയ നോട്ടിഫിക്കേഷനുകൾ അതിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല. അതിലേക്കുള്ള പുതിയ പുതിയ നോട്ടിഫിക്കേഷനുകൾ PSCക്ക് വിട്ടുകൊടുക്കുകയും PSC അത് പബ്ലിഷ് ചെയ്യുകയും അല്ല എങ്കിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആവശ്യമുള്ള വേക്കൻസി ഫില്ല് ചെയ്യുകയും ചെയ്യുമെന്ന് നമുക്ക് ഈ ഒരു ഉത്തരവിൽ നിന്ന് വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, കൃത്യമായിട്ട് പഠിക്കാൻ ഈ നോട്ടിഫിക്കേഷനുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട് ഇനിയുള്ള നിയമനങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായിട്ട് നല്ല രീതിയിൽ സ്ട്രാറ്റജിയോടെ പഠിച്ചെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന ലിസ്റ്റുകളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അത് വെറുതെ നമ്മൾ ഒരു എക്സാം എഴുതി ഒരു ചെറിയൊരു റാങ്കിൽ എത്തിയിട്ട് കാര്യമില്ല. മിനിമം ഒരു 50-ന് മുകളിൽ റാങ്കിലെങ്കിലും എത്തിയെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇനിയുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പഠനം നിങ്ങൾക്ക് അനിവാര്യമാണ്. അതിന് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ഞങ്ങൾ ഏറ്റവും പുതിയ ടൈപ്പിസ്റ്റ് ബാച്ച് നമ്മൾ ഓൾറെഡി റണ്ണിങ് ആണ്. പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ല രീതിയിലുള്ള ഒരു പഠനം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.